പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണന്നിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഗ്രഹകരമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. കർത്താവായ യേശുക്രിസ്തു ഒത്തിരി അത്ഭുതങ്ങൾ തൻ്റെ പരസ്യ ശുശ്രൂഷ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായി തീരാൻ അത് മുഖാന്തരമായി തീരും. ഇന്ന് നാം ചിന്തിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ചെയ്ത വലിയൊരു അത്ഭുതമാണ് ഭൂതഗ്രസ്തന് സൗഖ്യം നൽകുന്നത്. ഇത് ദൈവവചനത്തിൽ വ്യക്തമായി നമുക്ക് ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ വേദഭാഗം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ഇതിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് കുറച്ചുകൂടിയും ഇതിനെക്കുറിച്ച് വിവരിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു ഭൂതഗ്രസ്തന് സൗഖ്യം നൽകുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളൊരു വേദഭാഗമാണ് ഇത്. എങ്കിൽ പോലും ഇതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചില ചിന്തകൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ ഒരവസരം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുക. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും പടകിലൂടെ യാത്ര ചെയ്ത് ഗദരദേശത്തെത്തുകയാണ്. വചനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കല്ലറകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂതഗ്രസ്തനായൊരു മനുഷ്യൻ യേശുവിനെ എതിരേറ്റു വന്നു. കർത്താവിന്റെ വചനം പറയുകയാണ്, അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടായിരുന്നു. പലപ്പോഴും അവന് വിലങ്ങും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഈ മനുഷ്യനെ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുന്നത് ഭൂതങ്ങൾ ബാധിച്ചൊരു വ്യക്തിയായിട്ടാണ്. ഇവൻ്റെ പാർപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കല്ലറകളിലാണ് താമസിക്കുന്നത്. സ്വന്തം ഭവനം ഉണ്ടായിരുന്നിട്ടും സ്വന്തക്കാരും ബന്ധക്കാരും ഉണ്ടായിരുന്നിട്ടും അവർ അതെല്ലാം വിട്ട് അവൻ്റെ താമസം കല്ലറകളിലാണ്. അതുമാത്രമല്ല, അവനെ പലപ്പോഴും വിലങ്ങ് കൊണ്ടും ചങ്ങല കൊണ്ടും ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അമാനുഷികമായ ഒരു ശക്തി അവനുണ്ടായിരുന്നു. ഈ ശക്തി മാനുഷികമല്ല, പൈശാചികമാണ്. കാരണം അവൻ ഭൂതഗ്രസ്തനാണ്. അനേകം ഭൂതങ്ങൾ അവൻ്റെ മേലുണ്ട്. നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യന് ശക്തിയുണ്ട്. എന്നാൽ ഒരു സാധാരണ മനുഷ്യനേക്കാളും വലിയ ശക്തി അവനിൽ വെളിപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അവനുള്ള അനേകം ഭൂതങ്ങളുടെ പിശാചിൻ്റെ ശക്തിയായിരുന്നു. എത്രമാത്രം പിശാച് അവനിൽ ഉണ്ടായിരുന്നു എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ പേരെന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ അനേകം പേരുണ്ട്, എൻ്റെ പേര് ലഗിയോൻ എന്ന് അവൻ സാക്ഷ്യം പറയുന്നുണ്ട്. നാം തിരിച്ചറിയണം, ലഗിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം 6000 എണ്ണം, 6000 വരുന്ന ഒരു കൂട്ടത്തിനാണ്, ഒരു ഗണത്തിനാണ് ലഗിയോൻ എന്ന് പറയുന്നത്. ഞങ്ങൾ അനേകം പേരുണ്ട്, എൻ്റെ പേര് ലഗിയോൻ എന്ന് അവൻ സാക്ഷ്യം പറയുമ്പോൾ ഏകദേശം 6000-ഓളം ദുരാത്മാക്കൾ, ദുർഭൂതങ്ങൾ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇരുമ്പ് ചങ്ങല കൊണ്ട് അവനെ ബന്ധിക്കുമ്പോൾ ആ ഇരുമ്പ് ചങ്ങല അവൻ വലിച്ചു പൊട്ടിക്കും. ഇരുമ്പിൻ്റെ വിലങ്ങ് കൊണ്ട് അവനെ ബന്ധിച്ചാൽ അവൻ വിലങ്ങ് ഉരുമി ഒടിച്ചു കളയും. അവനുള്ള ഭൂതങ്ങളുടെ പിശാചിൻ്റെ ശക്തി അവൻ വെളിപ്പെടുത്തിയിരുന്നു. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും
ഇടവിടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അതുമാത്രമല്ല, അവന് അർത്ഥനഗ്നനായിരുന്നു. വസ്ത്രമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. അർത്ഥനഗ്നനായിരുന്നു. അവൻ സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ട് ചതച്ചു. അതായത് വേദന അറിയാൻ പോലും അവന് സാധിച്ചില്ല. അവനിലുള്ള ദുരാത്മാക്കൾ അവനെ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു വ്യക്തിയിൽ പിശാച് ആധിപത്യമെടുക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളാണ് ഇവിടെ നാം ഈ വ്യക്തിയിലൂടെ കാണാൻ സാധിക്കുന്നത്. അവൻ സ്വയം നശിക്കാൻ, അല്ലെങ്കിൽ അവനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ കാരണം അവൻ്റെ മേലുള്ള ദുർഭൂതമായിരുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, ഒരു മനുഷ്യന് സ്വയം നശിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല. അപ്പോൾ സ്വയം നശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ആ വ്യക്തിയിലുള്ള തിന്മയുടെ സ്വാധീനമാണ്, പിശാചിൻ്റെ ആധിപത്യമാണ്. ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ മദ്യപാനം എന്ന ഒരു ആസക്തിക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ് ആ വ്യക്തി മദ്യത്തിന് അടിമയായി മാറുന്നത്. എന്നാൽ തിരിച്ചറിയുക, അതിൻ്റെ പിന്നിലൊരു ദുർഭൂതമുണ്ട്, ദുരാത്മാവുണ്ട്. ആ ദുരാത്മാവ് ആ പാപത്തിലൂടെ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വ്യഭിചാരം എന്ന പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ദുർഭൂതമുണ്ട്. ഹോശേപ്രവചന പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം. അങ്ങനെയാണെങ്കിൽ ആ വ്യഭിചാരം എന്ന പാപത്തിലൂടെ ആ വ്യക്തിയെ സ്വയം നശിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ദുർഭൂതമാണ്. ഇങ്ങനെ ഏത് പാപമെടുത്താലും ആ പാപത്തിൻ്റെ പിന്നെ ഒരു പാപ അരൂപിയുണ്ട്. ഈ പാപ അരൂപി ആ വ്യക്തിയെ നശിപ്പിക്കുകയാണ്, സ്വയം നശിപ്പിക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യൻ കല്ലുകൊണ്ട് സ്വയം ചതയ്ക്കുന്നത് പോലെ നാം ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാപ അരൂപി നമ്മളെ സ്വയം നശിപ്പിക്കുകയാണ്. ഏത് പാപത്തിൻ്റെ അടിമനുഖത്തിലാണോ ആ പാപത്തിലൂടെ നമ്മെ സ്വയം നശിപ്പിക്കുകയാണ്. അപ്പോൾ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ പിശാചിന് ആധിപത്യമുണ്ടെങ്കിൽ അവൻ നമ്മെ നശിപ്പിക്കും. അതിനും പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, കള്ളൻ വരുന്നത് മുടിപ്പാനും അറുപ്പാനും നശിപ്പിക്കാനുമാണ്. ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ ലക്ഷ്യമാണ്. നാം സ്വയം നശിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളെ തന്നെ പീഡിപ്പിക്കുന്ന, നിങ്ങളുടെ നാശത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയുക, നിങ്ങളുടെ മേൽ പിശാചിന് ആധിപത്യമുണ്ട്. സ്വയം നശിക്കാൻ, തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി പിശാചിൻ്റെ അടിമയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ ഭൂതഗ്രസ്തനായ മനുഷ്യനായതുകൊണ്ട് അവനെ ബന്ധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതുമാത്രമല്ല, അവൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന, സ്വയം നശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല, അവൻ രാവും പകലും നിലവിളിച്ചുകൊണ്ട് കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഈ മനുഷ്യനെ കണ്ടാൽ നാടൻ ഭാഷയിൽ നമുക്ക് ഇവനെ വിളിക്കാം, ഇവനൊരു മാനസിക രോഗിയാണ്, ഇവനൊരു ഭ്രാന്തനാണ്. അപ്പോൾ ഇവനിലുള്ള മാനസിക വൈകല്യത്തിൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ ഈ ഭ്രാന്തിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവൻ്റെ മേലുള്ള പിശാചിൻ്റെ ആധിപത്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, മാനസിക വൈകല്യങ്ങൾ, ചില വ്യക്തിയിൽ കാണുന്ന മാനസിക രോഗങ്ങൾ എന്ന് പറയുന്ന മാനസിക വൈകല്യങ്ങൾ ഒരുപക്ഷെ പിശാചിൻ്റെ ആധിപത്യമായിരിക്കാം. പിശാചിൻ്റെ ആധിപത്യം മൂലമുള്ള മാനസിക വൈകല്യങ്ങൾ, മാനസിക രോഗങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ആ രോഗത്തിന് സൗഖ്യം ലഭിക്കുകയില്ല. ചില മാനസിക രോഗത്തിന് ഡോക്ടർമാർ പറയും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. എന്തുകൊണ്ടാണ് അവർ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നത് പറയാൻ കാരണം, ജീവിച്ചിരിക്കുമ്പോൾ ഈ രോഗത്തിന് സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല. അതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കണം. ഒരു രോഗമാണെങ്കിൽ ചികിത്സിച്ചാൽ, മരുന്ന് കഴിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യം കിട്ടും. എന്നാൽ പ്രാർത്ഥിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അത് പരിശോധിക്കണം. അതൊരു പക്ഷേ മാനസിക വൈകല്യമായിരിക്കണമെന്നില്ല, പിശാചിൻ്റെ ആധിപത്യമായിരിക്കാം. ഇവിടെ ഈ മനുഷ്യനെ കണ്ടാൽ ഇവനൊരു ഭ്രാന്തനാണ്, ഇവനൊരു മാനസിക രോഗിയാണെന്ന് ഏത് മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാം. പക്ഷേ ഇവൻ്റെ രോഗം മാനസികമല്ല, അവനുള്ള പിശാചിൻ്റെ ആധിപത്യമാണ്. അവൻ കാണിക്കുന്ന കാട്ടായം, അവൻ കാണിക്കുന്ന പ്രവൃത്തികളെല്ലാം പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നു. ഇവിടെ ആർക്കും അവനെ അടക്കുവാൻ സാധിച്ചില്ല. അവൻ പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്നു. വീണ്ടും കർത്താവിന് വചനം പറയുകയാണ്, അവൻ ദൂരെ നിന്ന് യേശുവിനെ കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു.
അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അവൻ അപേക്ഷിച്ചു. ഇവിടെ ആരുടെയും മുന്നിൽ അടങ്ങാത്ത ഒരു മനുഷ്യൻ യേശുവിൻ്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കും നിനക്കും തമ്മിൽ എന്താ? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അവൻ നിലവിളിക്കുകയാണ്, അവൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ ആരുടെയും മുന്നിൽ അടങ്ങാത്ത, ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോലും അടങ്ങാത്ത പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഈ മനുഷ്യൻ യേശുവിൻ്റെ മുന്നിൽ കീഴടങ്ങുകയാണ്, യേശുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ മുന്നിൽ ഏത് മുഴങ്കാലും മടങ്ങും. അതിനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എല്ലാ നാമത്തിനും മേലായ നാമമായി ഉയർത്തി, ആ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ളവരും എല്ലാവരും മുഴങ്കാൽ മടങ്ങുകയും യേശു കർത്താവാണെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് കർത്താവിൻ്റെ വചനം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ്റെ മുന്നിലും അടങ്ങാത്ത ഈ പിശാച്, അവനെ ചങ്ങല കൊണ്ടും വിലങ്ങ് കൊണ്ടും ബന്ധിച്ചിട്ടവൻ അതെല്ലാം വലിച്ചു പൊട്ടിച്ച് ഉരുമി ഒടിച്ചിട്ട് മനുഷ്യൻ്റെ മുന്നിൽ അടങ്ങാത്ത ഈ പിശാച് ഇതാ യേശുവിൻ്റെ മുന്നിൽ അടങ്ങുകയാണ്, യേശുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ ഇവന് കീഴടങ്ങുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടുപോകുക എന്ന് യേശു കൽപ്പിച്ചു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചതിന് എൻ്റെ പേര് ലഗിയോൻ, ഞങ്ങൾ അനേകം പേരാകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. എന്നിട്ട് പിശാച് പറയുകയാണ്, ഞങ്ങളെ നാട്ടിൽ നിന്ന് പറഞ്ഞയപ്പാതിരിപ്പാൻ അവർ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികിൽ അനേക പന്നിക്കൂട്ടം മേഞ്ഞിരുന്നു, ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവനോട് പറഞ്ഞു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നിയിൽ കടന്നു. പന്നിക്കൂട്ടം കടന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടി ചത്തു. അതായത് പന്നികൾ ആത്മഹത്യ ചെയ്തു, കടലിൽ ചാടി ചത്തു. ഇവിടെ പിശാചിൽ ഈ മനുഷ്യനിൽ ബന്ധിക്കപ്പെട്ട അനേകം ആത്മാക്കൾ പറയാണ്, ഞങ്ങളെ നരകത്തിലേക്ക്, ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുത്, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടണം. ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ആ വ്യക്തിയിൽ വെളിപ്പെട്ട പിശാചിന് നരകത്തിൽ പോകാൻ ഭയമാണ്, നരകത്തിൽ പോകാൻ പേടിയാണ്. കാരണം നരകത്തിൽ എന്താണെന്ന് പിശാചിനറിയാം. നരകത്തിൽ എന്താണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. അവിടെ അഗ്നി തടാകമാണ്, തീ പൊയ്കയാണ്. നരകത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അഗ്നി തടാകത്തിലേക്ക്, തീ പൊയ്യിലേക്ക് ചെന്ന് വീഴുക എന്നുള്ളതാണ് പിശാചിന് വ്യക്തമായിട്ടറിയാം. ഞാൻ ചോദിക്കട്ടെ, നരകത്തിൽ എന്താണെന്ന് വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യന് തിരിച്ചറിയാൻ സാധിച്ചുവെങ്കിൽ പിന്നെ ഒരിക്കലും ആ മനുഷ്യൻ പാപം ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. നരകത്തിൽ തീയാണ്, തീ പൊയ്കയാണ്, അഗ്നി തടാകമാണ്, കത്തുന്ന തീ ആണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനും പാപം ചെയ്ത് നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുകയില്ല. പിശാചിനറിയാം, അവൻ നരകത്തിൽ ചെന്നാൽ അവിടെ തീയാണ്, അവിടെ അഗ്നി തടാകമാണ്. പിശാച് പറയും, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുത്, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. അവൻ ഏറിയൊന്ന് അപേക്ഷിച്ചു, അവൻ നിലവിളിച്ചു. ശ്രദ്ധിക്കുക, ഇവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ രോദനമാണ് കേൾക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കിങ്ങനൊരു ആഗ്രഹമുണ്ടോ? ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും? ഞാൻ നിത്യമായ നരകാഗ്നിയിൽ വെന്തിരിയുമോ? അത് കർത്താവായ യേശുക്രിസ്തുവിനോട് നിത്യം സ്വർഗത്തിൽ അവനോടുകൂടെ നിത്യം വസിക്കുമോ? നമ്മുടെ നിത്യത എവിടെയായിരിക്കും? ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യമായ ജീവിതം എവിടെയായിരിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ ഒരു നിമിഷം നമുക്ക് അവസരം കിട്ടിയാൽ നാം പാപത്തെ വെറുത്തുപേക്ഷിക്കും. പാപത്തെ വെറുത്തുപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ നാം ആഗ്രഹിക്കും. ഇന്ന് അനേകം പേര് പാപം ചെയ്ത് ലോകത്തിൻ്റെ മോഹത്തിന് അടിമപ്പെട്ട്, ജഡത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട്, പിശാചിൻ്റെ കയ്യിലൊരു അടിമയായി നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുക. ഇന്ന് തിരിച്ചറിയണം, പിശാച് പോലും ഭയപ്പെടുന്ന ഈ നിത്യ നരകാഗ്നി രക്ഷപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മദാഹമുണ്ടായിരിക്കണം. ഇവിടെ പിശാചിൻ്റെ നിലവിളിയെപ്പോലും യേശു കൈക്കൊള്ളുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അനുവദിക്കുക. അവൻ ഏറിയൊന്ന് അപേക്ഷിച്ചു ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ, യേശു അനുവദിച്ചു. നമ്മൾ തിരിച്ചറിയണം,
യേശുവിൻ്റെ മുന്നിൽ ആര് അപേക്ഷിച്ചാലും അവിടെ യേശു മറുപടി നൽകുകയാണ്. ഇവിടെ പിശാചിനെ അനുവദിക്കുകയാണ്, പന്നിക്കൂട്ടത്തിലേക്ക് കയറാനായിട്ട് അനുവദിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ചുമ്മാ മേഞ്ഞുകൊണ്ട് നടന്ന, തിന്നുകൊണ്ട് നടന്ന പന്നികളിലേക്ക് ഈ പിശാച് കടന്നു വന്ന് ആ പന്നികളിൽ ആവസിച്ചപ്പോൾ ഈ പന്നികൾ കടുംതൂക്കായ ആ കടലിലേക്ക് ചാടി ചത്തു. ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, മൃഗങ്ങളിലാണെങ്കിലും മനുഷ്യനാണെങ്കിലും പിശാചിൻ്റെ ആധിപത്യം അവനെ നാശത്തിലേക്കാണ് നയിക്കുന്നത്, മരണത്തിലേക്കാണ് നയിക്കുന്നത്. യോഹന്നാൻ 10:10 കള്ളൻ വരുന്നത്, പിശാച് വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാശത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ തിരിച്ചറിയുക, അവൻ്റെ മേൽ പിശാചിന് ആധിപത്യമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം നാശത്തിലേക്കാണോ, അതോ ജീവനെങ്കിലേക്കാണോ, മരണത്തിലേക്കാണോ, ജീവനിലേക്കാണോ നമ്മുടെ യാത്ര? ഇന്ന് ചില വ്യക്തികൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരിക്കുവാൻ വേണ്ടി ഒരുങ്ങി നടക്കുക. തിരിച്ചറിയണം, ആത്മഹത്യ എന്നത് പിശാചിൻ്റെ ആധിപത്യമാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ കാരണം പിശാചിൻ്റെ ആധിപത്യമാണ്. 2 തെളിവുകൾ. ഒരു തെളിവാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. പിശാചിൻ്റെ ആധിപത്യം ആ പന്നികളിലേക്ക് കടന്നു വന്നപ്പോൾ പന്നികൾ കടുംതൂക്കായ കടലിൽ ചാടി ചത്തു, അവർ ആത്മഹത്യ ചെയ്തു. വീണ്ടും മറ്റൊരു ഉദാഹരണമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസിനെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നു, അപ്പക്കഷ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവൻ്റെ മേൽ പ്രവേശിച്ചു. സാത്താൻ യൂദാസിൽ കടന്നു വന്ന സമയം എന്താ സംഭവിച്ചത്? സാത്താൻ അവനിൽ പ്രവേശിച്ചു. അവനെക്കുറിച്ച് പിന്നീട് വചനം പറയുന്നത് അവൻ കെട്ടിത്തൂങ്ങി ചത്തു, അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ മേലുള്ള പിശാചിൻ്റെ ആധിപത്യമാണ്. ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും എനിക്കൊന്ന് മരിച്ചാൽ മതി, എനിക്കൊന്ന് ചത്ത് കിട്ടിയാൽ മതി, ഞാൻ മരിക്കാൻ പോവാ, ഞാൻ ചാകാൻ പോവാ, ഇങ്ങനെ ചിന്തിച്ച് ആഗ്രഹിച്ച് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ഇത് പിശാചിൻ്റെ ആധിപത്യമാണ്. ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും അത് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പിശാചിൻ്റെ ആധിപത്യമാണ് എന്ന് തിരിച്ചറിയണം. ഒരു വ്യക്തിയിൽ പിശാച് കടന്നു വന്നാൽ ആ വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ തിരിച്ചറിയുക, ഇവിടെ ഭൂതഗ്രസ്തനായ ഈ വ്യക്തിയിൽ നിന്ന് യേശു പിശാചിനെ ശാസിച്ചു. അവനെ വിട്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അതിൻ്റെ അവസാന ഭാഗം കർത്താവിന്റെ വചനം പറയുന്നു, അവൻ വസ്ത്രം ധരിച്ച് സുബോധം കൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ അനുവാദം ചോദിച്ചു. അനേക നാളുകളായി കല്ലറയിൽ കിടന്നുറങ്ങുന്ന, അനേകം നാളുകളായി തൻ്റെ സ്വന്തം ശരീരത്തെ ചതച്ചും വേദനിപ്പിച്ചും കല്ലറകളിലും മലകളിലും നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ, മാനസിക രോഗിയെപ്പോലെ, ഒരു ഭ്രാന്തനെ പോലെ, മറ്റുള്ളവർക്കൊരു പേടി സ്വപ്നമായി മാറിയ ഈ മനുഷ്യൻ, അവനുള്ള പിശാച് വിട്ടുമാറിയപ്പോൾ, ഭൂതം വിട്ടുമാറിയപ്പോൾ അവൻ സുബോധമുള്ളവനായി മാറി. അവൻ വസ്ത്രം ധരിച്ചു. യേശുവിൻ്റെ പിന്നാലെ അവൻ പോകുവാൻ അനുവാദം ചോദിക്കും. ഇവിടെ നാം തിരിച്ചറിയേണ്ട സത്യം, ഇന്ന് പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ അടിമനുഖത്തിലായി ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യനാശത്തിലേക്ക് ആരെങ്കിലും ഇന്ന് നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ആധിപത്യമാണ്. തിരിച്ചറിയണം. അതിനെ പറയുന്നു, പിശാച് വരുന്നത് അവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ്, അവൻ കൊല്ലുവാൻ വേണ്ടിയാണ്, അവൻ അറുപ്പാൻ വേണ്ടിയാണ്, മുടിപ്പാൻ വേണ്ടിയാണ്, നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നാം നാശത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ അവൻ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും. ഇവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ അനുവാദം ചോദിച്ചുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവും ദൈവമായി സ്വീകരിക്കുമ്പോൾ, പിശാച് നമ്മിൽ നിന്ന് വിട്ടുമാറി പോകുമ്പോൾ നാം സുബോധമുള്ളവരായി യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികളായി മാറുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഇന്ന് ഏതെങ്കിലും പാപത്തിൻ്റെ, പിശാചിൻ്റെ അടിമനുഖത്തിലാണെങ്കിൽ അതെല്ലാം വെറുത്തുപേക്ഷിച്ച്
യേശുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനോട് കൂടെ സുബോധമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവൻ നയിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകടയ്ക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ചെയ്തു പോയ പാപം, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായ വെറുപ്പും വിദ്വേഷവും ഞങ്ങളുടെ മേൽ പിശാചിന് ആധിപത്യമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ചെയ്തു പോയ പാപത്തിലൂടെ വെറുപ്പിലൂടെ ഞങ്ങളുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിച്ച് ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവും ദൈവവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, യേശുക്രിസ്തു മുഖാന്തരം നിത്യമായൊരു ജീവിതം നയിക്കുവാൻ, സ്വർഗീയമായൊരു അനുഭവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് പോലും ഭയപ്പെടുന്ന നിത്യ നരകാഗ്നിയിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, ഞങ്ങളുടെ എല്ലാ പാപ ശാപ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ നിത്യത എവിടെയാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാനുള്ള സുബോധം ഞങ്ങൾക്ക് നൽകി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മാനവും മഹത്വത്തോടെ മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.